കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്നതിന്, കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതിന്, ഇവിടെ തന്നെ നമ്മുടെ പാർക്കിങ്ങിന്റെ മേൽക്കൂര ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുന്നതിന്, ഇത്രയും യാത്രക്കാർ നമ്മുടെ കൊട്ടിയത്തെ കൊട്ടിയം വൈശാഖ മഹോത്സവമൊക്കെ, കൊട്ടിയൂർ വൈശാഖ മഹോത്സവമൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് ഒരുപക്ഷെ ശബരിമല പോലെ തന്നെ, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ശേഷം അത്രയും വിശ്വാസികളെ, അത്രയും ലക്ഷക്കണക്കിനായ ഭക്തജനങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഒരു പോയിന്റാണ് ശരിക്കും തലശ്ശേരി. ഞാൻ പലപ്പോഴും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ശബരിമലയ്ക്ക് പോകാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് കൊടുക്കുന്ന പ്രാധാന്യം കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനും ഉണ്ടാവേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നമുക്കുണ്ട്. അതുപോലെ തന്നെ തലശ്ശേരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിൽ ഒന്നാണ്, ആശാൻ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ മൈസൂർ തലശ്ശേരി റെയിൽവേ ലൈനിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ എത്രയോ വർഷങ്ങളായി, എത്രയോ പഠനങ്ങൾ, അതിന്റെ സാങ്കേതികത്വത്തെ സംബന്ധിച്ചും ഫീസിബിലിറ്റിയെ സംബന്ധിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ MP's കോൺഫറൻസിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MP-മാരും ഒക്കെ പങ്കെടുത്ത MP's കോൺഫറൻസിൽ ഈ വടകരയുടെ, തലശ്ശേരി ഉൾപ്പെടുന്ന വടകരയുടെ ജനപ്രതിനിധി എന്ന നിലക്ക് ഇപ്രാവശ്യവും ഉന്നയിച്ചതും അഭ്യർത്ഥിച്ചതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, കർണാടക മുഖ്യമന്ത്രിയുമായി കേരള മുഖ്യമന്ത്രി ഇതിന്റെ ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ചർച്ച തലശ്ശേരി മൈസൂർ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നുള്ള റിക്വസ്റ്റ് ആണ് ആ മീറ്റിംഗിന്റെ മുമ്പിൽ വെച്ചതും. അത് ഗൗരവതരമായി പരിഗണിക്കുമെന്നും ആ കൂടിക്കാഴ്ച അധികം വൈകാതെ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇത്രയും ആയിരക്കണക്കിനായ ആളുകൾ വന്നു പോകുന്നൊരിടത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ പുറത്തൊരു ക്ലോക്ക് റൂം മാതൃകയും ഒരു റെസ്റ്റ് റൂമും വാഷ്റൂമും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ നിന്നും മാത്രമല്ല പുറത്തുനിന്നും ആക്സസ് ചെയ്യാൻ കഴിയാവുന്ന ഒരു സംവിധാനം വേണം എന്നുള്ളത് ബഹുമാനപ്പെട്ട റെയിൽവേ അധികാരികളോട്, മിനിസ്റ്ററോട് ഉൾപ്പെടെയുള്ള ആളുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബസ് സ്റ്റാൻഡുമായി കണക്ട് ചെയ്യാൻ നമ്മുടെ ഈ സൈഡിലുള്ള ഡ്രെയിനേജ് അതിനെ കെട്ടി ഉയർത്തി അത് കോൺക്രീറ്റ് ഇട്ട് ഇവിടെ റെയിൽവേയിലെയും മുനിസിപ്പാലിറ്റിയിലെയും സംസ്ഥാന സർക്കാരിന്റെയും എല്ലാം സഹായത്തോടെ നമുക്ക് അതിനെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അതിനെ ബസ് സ്റ്റാൻഡുമായി കണക്ട് ചെയ്യുന്ന ഒരു വാക്ക് വേ ആക്കി തരണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യർത്ഥനകളിലും. ഇരിക്കുന്ന മുഴുവൻ ആശാന്റെയും പാർട്ടിയുടെയും അതുപോലെ തന്നെ ADRM-ന്റെയും MLA-യും ചെയർമാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾ ഒറ്റക്കെട്ടായി അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്നുള്ള കഴിഞ്ഞ ദിവസം DRM-ന്റെ സന്ദർശനം ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരുന്ന കുറെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ റെയിൽവേ ഇടപെടുകയും ചെയ്തു. ഞാൻ റെയിൽവേ നന്ദി അറിയിക്കുന്നു. ബാക്കി ഇവിടുത്തെ കൗൺസിലർമാർ, ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും ഈ സന്തോഷകരമായ നിമിഷം അതിന് തുടർച്ചയുണ്ടാവട്ടെ. തലശ്ശേരി അറിയിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ എത്തട്ടെ.